റീസ്റ്റാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വാഴക്കൊലയായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട്. എന്താ ഈ കുട്ടീനെ ഉണ്ടല്ലോ ഞാന് തിന്ന് 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 എന്തൊക്കെ ആകാവോ. ഇത് നാളെ തിന്നാ എല്ലാം ഒന്ന് തിന്നടി. കുമ്പറ്റ് വേദന എന്നുള്ള വൈകുന്നേരം പറയടി. അതിനെന്തരാ അല്ല വാഴക്കൊലയൊക്കെ കഴിഞ്ഞിട്ടാ. അത് കുഞ്ഞു 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 പീക്കാച്ചി കായാണ്, കുഞ്ഞു കുഞ്ഞു കഴിയണം. പിന്നെ ഇങ്ങോട്ടേക്ക് വോയിസ് ഇടാന്ന് വിചാരിച്ചെന്നറിയാം. ഞാൻ വോയിസ് ഇടാതെ വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നോക്കുമ്പോൾ ശ്യാമാട്ടൻ അവിടെ മൊബൈൽ വെച്ചിട്ട് മൊബൈലിൻ്റെ സൗണ്ട് വല്ലാണ്ടുണ്ട്. ഇനിയിപ്പോൾ കോപ്പി റൈറ്റ് കിട്ടണ്ട വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വോയിസ് ഇട്ടാണ് കേട്ടോ. എൻ്റെ മുടി കണ്ടിട്ട് ആരും ഒന്നും എന്നെ ചീത്ത പറയരുത് കേട്ടോ. മുടി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, തല തീരെ മുടിയില്ല കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഷാമ്പൂ ഒന്നും ചെയ്യലില്ല, അതുകൊണ്ടാണ് മുടി ഇങ്ങനെ പറ്റൊട്ടി കിടക്കണം. ഷാമ്പൂ ചെയ്യുമ്പോൾ പിന്നെയും കുറച്ചുണ്ടാവും. അന്നേരം കുട്ടികളിങ്ങനെ സ്കൂളിലത്തെ ഓരോരോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. അവിടെ അന്നേരം ചക്കരേനെ വർത്താനം പറയണം. പൊന്നൂസ് എത്തിയിട്ടില്ല കേട്ടോ. അന്നേരം ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ സ്കൂളിലത്തെ പറയുന്നുണ്ട്. അന്നേരം ഓള് മുട്ടായി വേണം, മറ്റു മുട്ടായൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക്. അന്നേരം അതൊക്കെ ഇങ്ങനെ ഓരോ കഥകൾ പറയണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പൂക്കുട്ടിക്ക് അവൾ മുട്ടായി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എന്തിനോ പൈസ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്തോ വാങ്ങിക്കാൻ. അന്നേരം തിരിച്ച് അതിൻ്റെ ബാക്കി 2 റുപ്യൊക്കെ അതിന് മുട്ടായി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇരുന്ന് തിന്നെയാണ് കേട്ടോ. അവിടെ അതിന് മുട്ടായി തീറ്റ തന്നെ പരിപാടി. ഇത്ര മിഠായി ഒരു ദിവസം തിന്നാൻ പറ്റുമോ അത്രത്തോളം തിന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മളെ പഴം പിന്നെ വലിപ്പമൊന്നും ഇല്ല കേട്ടോ, വളമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ആയിരിക്കും കേട്ടോ വലിപ്പമില്ലാത്തത്. അത് കുഴപ്പമില്ല, നമുക്ക് വളം ഇല്ലാണ്ട് തിന്നാലോ. ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കണേ എത്ര പൈസ കൊടുക്കണോ, നിറം വെക്കണം അങ്ങനെ തിന്ന് ഇപ്പോൾ ലാസ്റ്റ് ലേശം ബാക്കിയുള്ളൂ കേട്ടോ. അതിന് ഞാൻ ചവിൽ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മക്കൾ തിന്നേ ഇല്ല. അന്നേരം ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ലേശം തിന്നോളൂ. അല്ലാണ്ട് അവിലെന്ന് പറഞ്ഞ സാധനം ഇറ്റുങ്ങൾക്ക് വേണ്ട കേട്ടോ. അത് വെള്ള അവിലല്ലേ, ഇതൊക്കെ തിന്നുന്നത് നല്ലതല്ലേ, ലേശം ശർക്കരയൊക്കെ ഇട്ടിട്ട് തിന്നുന്നത് നല്ലതാണ്. പക്ഷെ എൻ്റെ മക്കൾക്ക് ഭയങ്കര മടിയാണ് അവിലൊക്കെ തിന്നാൻ. പിന്നെ പൊന്നുകുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 നേരത്തെ വരും കേട്ടോ. അത് ചേച്ചീൻ്റെ പേൻറ്റ് ഇന്നലെ കൊടുത്തില്ലേ, അന്നേരം അത് ടോപ്പ് പൈസ തിരിച്ചു തരൂല. അന്നേരം ടോപ്പോ പാൻറ്റോ എടുക്കണമെന്ന്. അന്നേരം ഓള് പെയിൻറ്റ് മാത്രം എടുത്ത് ടോപ്പൊക്കെ പാകമില്ലല്ലോ. അന്നേരം പെയിൻറ്റ് മാത്രം എടുത്ത് ടോപ്പ് അവിടെ തിരിച്ചു കൊടുത്ത്. അന്നേരം ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ അതിലേ പോയിട്ട് ടോപ്പ് എടുക്കണോ. അല്ലാണ്ടിപ്പോൾ എന്താട്ടുക, പൈസ തരാൻ പറ്റൂലെങ്കിൽ. ഞാനവർക്ക് 2 മുട്ടായി കൊടുത്തു, ഒരു കോലുമുട്ടായും ഒരു ഡാർക്ക് ചിണുങ്ങാമണി ഇതവിടെ ഇരിക്കുന്നു. ഇതേ കോലുമുട്ടായി ഞാനത് 2ാമത്തെ. ഇതിപ്പോ എത്രാമത്തെ മുട്ടായിന്നറിയാ തിന്നുന്നേ? ഞാൻ 2 മുട്ടായി വാങ്ങി കൊടുത്തു, ചേച്ചി 2 മുട്ടായി. എത്രാമത്തെ മുട്ടായിന്നറിയാ പൊന്നു തിന്നുന്നേ? ഇതെന്താ മറ്റേ പൈസ മുട്ടായിയോ? എന്തുകൊണ്ട് നീ ഫോണിൽ കണ്ടാ? നീ എല്ലാം കാണുമല്ലോ ഫോണിലുണ്ടായിരുന്നു. ഇപ്പൊ 4ാമത്തെ മുട്ടായ കുഞ്ഞാപ്പ് തിന്നുന്നത്. നല്ല തിന്നിട്ട് കുമ്പച്ചി വേദന എടുക്കട്ടെ. പിന്നെ പൊന്നൂസ് വന്നപ്പോൾ പൊന്നൂസിൻ്റെ വകി അതാ മിഠായി കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്നൂസ് രാവിലെ എന്തോ ഗ്രാഫ് പേപ്പർ മേടിക്കാൻ വേണ്ടി പൈസ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കവളും കൊണ്ട് കൊടുത്തിട്ടുണ്ട് മിഠായി. അന്നേരം മിഠായി തീറ്റ തന്നെ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞിരുന്നു. പൊന്നൂസ് വന്നിട്ട് അങ്ങനെ കുറേ നേരം അവളെ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ചായ കുടിച്ചു കേട്ടോ. ചക്കര കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. പൊന്നൂസ് വന്നിട്ട് ചക്കരയാണ് ആദ്യം വരിക കേട്ടോ. ചക്കര വണ്ടിക്ക് വരുന്നതുകൊണ്ട് വേഗം വരും. ഇപ്പോൾ ഡാൻസ് ക്ലാസ് ഒക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ഇട്ടു. 4 മണിക്ക് സ്കൂളിൻ്റെ 4:05 4:10 അവൾ വീട്ടിലെത്തും. പൊന്നൂസിന് അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ എത്തേണ്ട നേരമാവും കേട്ടോ. എന്തായാലും 4:30 4:45 ഒക്കെ അടുത്താവും പൊന്നൂസ് എത്തുമ്പോൾ. അന്നേരം ഞാൻ വേഗം അടിച്ചു വാരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നനയ്ക്കാൻ പോകണം. പിന്നെ കുറച്ച് വളം എന്തെങ്കിലുമൊക്കെ ഇടണം ചെടിക്ക്. ഞാൻ കുറച്ച് നമ്മളെ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇല്ലേ, അത് കുറച്ച് ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി ചെത്തുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അതിങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇതായിട്ടുണ്ട്, ജ്യൂസി ആയിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് കുറച്ചുകൊണ്ട് തളിച്ചു കൊടുക്കണം. അന്നേരം വേഗം പണികളൊക്കെ തീർക്കാൻ കേട്ടോ. അന്നേരം രാവിലത്തെ ജോലികൾ എന്താണോ അതേപോലെ തന്നെ വൈകുന്നേരവും ജോലികൾ ഉണ്ടാവും കേട്ടോ. അടിച്ചു വാരൽ, അലക്കൽ, പാത്രം കഴുകൽ എന്ന് പറഞ്ഞാൽ ചായ കുടിച്ച പാത്രമൊന്നും കഴുകിയില്ല, അതെല്ലാം കഴുകാനുണ്ട്. അന്നേരം ഇപ്പോൾ ചായ കുടിച്ചു, അടിച്ചു, ഇനി മുറ്റവും കൂടെ അടിച്ചു വരണം. ഇതിൻ്റെ ഇടയിൽ കൂടെ പൊന്നൂസിനെ കുളിക്കാൻ പറഞ്ഞു വിടണം. എന്നാലും എനിക്ക് എൻ്റെ പണികളൊക്കെ തീരുമ്പോഴത്തേക്കും അവളെ കുളിയും കൂടെ തിന്നാലും എനിക്ക് അലക്കാൻ പോകാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാളതായിട്ട് അവിടെ കിടക്കും. എനിക്ക് അങ്ങനെ തുണി ഇടുന്ന ഇഷ്ടമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന്. മുറ്റത്തൊന്നും അടിക്കാനൊന്നും അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ഒന്നൊരു തൂത്തിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ വൈകുന്നേരം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. 5:30 മണി ആകാനായിട്ടുണ്ട് കേട്ടോ. 5:30 ആയിട്ടില്ല, 5:30 മണി ആകാനായിട്ടുണ്ട് കേട്ടോ.
ഈ നെയ്റ്റി അന്ന് നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായില്ല, ചേച്ചി അടിച്ചെന്ന നെയ്റ്റിയാണ്. നെയ്റ്റി അല്ല, ഫ്രോക്ക് നെയ്റ്റിയാണ്. കാരണം നമുക്ക് ഇതാണ് കേട്ടോ ഒന്നും കൂടെ യൂസ്ഫുൾ. ഇവിടെ എനിക്ക് നെയ്റ്റി ഇങ്ങനെ താഴ്ന്ന് കിടക്കുമ്പോൾ എന്താ വെച്ചാൽ കുഞ്ഞാനെ എപ്പോഴും നെയ്റ്റി ഇങ്ങനെ കുത്തി വെക്കും. കുഞ്ഞാപ്പൂവിന് ഷാമാട്ടനും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നെയ്റ്റി ഇങ്ങനെ കുത്തി വെക്കണം കേട്ടോ. രണ്ടും വന്നിട്ട് വേഗം വലിച്ചിടും. രണ്ടാൾക്ക് അങ്ങനെ കുത്തി നടക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതായത് ഇതാകുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുത്തി വെക്കേണ്ട, നമ്മളൊരു ആവശ്യത്തിന് ഇറക്കത്തിന് അവിടെ കിടന്നോളും. പിന്നെ ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ഇവളിപ്പോൾ എന്താണ് ഇങ്ങനെ എന്ന് വിചാരിക്കും. പക്ഷേ ഇതാണ് ഇപ്പോൾ എല്ലാം ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന നെയ്റ്റി ഇതാണ് കേട്ടോ. ഫ്രോക്ക് നെയ്റ്റിയാണ് മൊത്തം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ പ്രായത്തിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് എന്താ, പിന്നെ അമ്മ പുഴയിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. അമ്മേൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരുമ്പി ഇടുന്നുണ്ട്. അന്നേരം ഞാനും ചക്കര ചെയ്താൽ നേരെ നനയ്ക്കാൻ പോവാണ്. അന്നേരം നമ്മൾ ആ വളം ഞാൻ അത് നിറച്ച് ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളായിട്ട് എനിക്ക് ഓക്കാനം വന്ന് ഞാൻ ഒരു വിധത്തിൽ അതിന് പതുക്കെ ഊറ്റിയൊക്കെ എടുത്ത് ഇനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഭയങ്കര ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു ആ മണം. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആദ്യം പച്ചക്കറിക്ക് നനച്ച് കൊടുത്തിട്ടാണ് ഞാനത് ഒഴിക്കണേ. കാരണം ചൂടായി കിടക്കണം മണ്ണല്ലേ. അതിൻ്റെ അകത്തേക്ക് ഇനി ആദ്യമേ ഒഴിച്ചിട്ട് ഒരു പ്രശ്നം വേണ്ട. നമ്മൾ പിന്നെ വേറെ വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അന്നും ഇതുപോലെ ലേശം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആദ്യം ഞാൻ ഒന്ന് വെള്ളമൊക്കെ മുക്കി നനച്ചു. എന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് വെള്ളം മുക്കി ഒഴിക്കണം കേട്ടോ. അതിപ്പോൾ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ഉണ്ടോ, അരക്കപ്പ് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ചെടുത്തിട്ടുള്ളൂ ഞാൻ. എനിക്ക് പേടി, എനിക്ക് അരിഞ്ഞത്തേക്ക് പറ്റുമെന്നൊരു പേടി കൊണ്ട് ഞാൻ കുറച്ചെടുത്തു. അതിനകത്തേക്ക് വെള്ളം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി വെള്ളം ഞാനത് മുകളിൽ കൊണ്ടുപോയി ഒഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം നമ്മൾ വെള്ളം നനയ്ക്കാണ്ട് ഒരിക്കലും പച്ചക്കറിക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണത്. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടോ. മുളകൊക്കെ നല്ല ഉഷാറുണ്ടായിരുന്നു കൊണ്ടുവരുമ്പോൾ. മുളക് പിന്നെ അങ്ങോട്ട് ഉഷാറാവണേ ഇല്ല. സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നമാണ് തോന്നുന്നുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഇതാ മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇന്നാണ് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കണത് മൊട്ടിട്ടത്. എന്നിട്ട് അതിൻ്റെ അപ്പം തന്നെ അതിൻ്റെ ഷോർട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തായിരുന്നു. ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളൊരു ചെടി നട്ട് അതിന് അതിലൊരു പൂവും കായൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് പോലെ ഉണ്ട്. നമുക്കൊരു വലിയ പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ അതൊന്ന് കാണുമ്പോൾ. അന്നേരം ഞാനത് വേഗം ചക്കരയൊക്കെ കാണിച്ചു കൊടുത്ത് അന്നേരം അതിനൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അന്നേരം നേരത്തെ ഞാൻ മോൾ ഭാഗത്തൊക്കെ വെള്ളം നനച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ചീരേൻ്റെ കുറച്ച് തൈകൾ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം അതിന് ഞാനിങ്ങനെ ഓരോന്നിനും ഒഴിക്കേണ്ടത് വെച്ചാൽ അതിലേക്ക് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അന്നേരം ഇങ്ങനെ നനഞ്ഞ് മൊത്തത്തിൽ അങ്ങ് നനഞ്ഞോളും. ഒരു സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കും, മൊത്തത്തിൽ അങ്ങ് നനഞ്ഞോളും. അന്നേരം അതിനങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം. അവിടെ പിന്നെ ഞാൻ ഇലയൊക്കെ വീണ് കിടക്കണം. ഒന്ന് പെറുക്കി കളയാൻ പോയിട്ടില്ല. കുറച്ച് ഇങ്ങനെ വളമായിക്കോളൂല്ലോ വെച്ചിട്ട് പെറുക്കി കളയാനൊന്നും പോയിട്ടില്ല. പിന്നെ മൊത്തത്തിലൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മളെ വളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അന്നേരം വേറെ വളമോ ചാണകമോ ഒന്നും നമ്മൾ നട്ടതിന് ശേഷം ഇട്ടിട്ടില്ല. ഒരു പ്രാവശ്യം ലേശം ഇതുപോലത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പച്ചക്കറി തൈകൾ വലിയ ആരോഗ്യപരമായിട്ട് ഉഷാറാവാത്ത. മുളകാണ് കേട്ടോ തീരെ ഉഷാറാവാത്ത പോലെ. കാരണം കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഉഷാറുള്ള ആൾ മുളകായിരുന്നു. നട്ട് കഴിഞ്ഞപ്പോൾ തീരെ ഉഷാറാവാത്ത ആളും പച്ചമുളകായി പോയിട്ടോ. കോളിഫ്ലവറും കേബേജൊക്കെ ഒരു ജീവൻ വെച്ച് വരുന്നേ ഉള്ളൂ. ഒന്നും വലിയ കാര്യമായിട്ടുള്ള ഉഷാറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ സീൻ ചേച്ചി ചോദിച്ചായിരുന്നു പച്ചക്കറി തൈയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. വലിയ ഉഷാറൊന്നും ആയിട്ടില്ല ചേച്ചി, ഇതുപോലെയൊക്കെ ഇരിക്കണം. നമ്മൾ കാര്യമായിട്ടുള്ള വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉഷാറാവും. കാരണം നമ്മളിവിടെ വളം കിട്ടണമെങ്കിൽ ചുങ്കത്തേക്കൊക്കെ പോകണം. അന്ന് ഞാൻ ചുങ്കത്ത് പോയപ്പോൾ മറന്നും പോയിട്ടാ. പിന്നെ മാനന്തവാടി പോകണം. അന്നേരം നമ്മൾ പോകുമ്പോൾ മറന്നു പോകും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയിട്ട് നല്ല തേറ്റൊക്കെ ഇട്ടിട്ടൊക്കെ വരും, ക്ഷീണിച്ചൊക്കെ വരുവാണെങ്കിൽ അതങ്ങനെ വിട്ടും പോകും കേട്ടോ. ഇതായിട്ട് ഓർത്തിരിക്കുന്നില്ല. അന്നേരം ഇപ്പോൾ ശ്യാമാട്ടനോട് മാനന്തവാടി പണി കഴിഞ്ഞ് വരുമ്പോഴായിട്ട് ലേശം വാങ്ങിക്കാൻ പറയണം. അല്ലാണ്ട് കേബേജും കോളിഫ്ലവറൊക്കെ ഉണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഇരിക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള ഉഷാറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. അന്നേരം എന്തെങ്കിലും ഇനി കൃത്രിമ പരിപാടികളുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് വിട്ടെ. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ നനക്കലൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അന്നേരം വീട്ടിലേക്ക് പോയി ഇനി അലക്കണം. കാരണം പൊന്നൂസ് അവിടെ കുളിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി പോകുമ്പോഴത്തേക്ക് അവളെ കുളിയൂടെ കഴിഞ്ഞാലാണ് എനിക്ക് അതിലൂടെ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാനും അലക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. വീഡിയോസ് കാണുന്നവർ പരമാവധി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി അലക്കാനുള്ളതുമായിട്ട് വന്നു കേട്ടോ. അലക്കാന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇത് അലക്കിയിടും, രാവിലെ വീണ്ടും ഇതേപോലെ തന്നെ അലക്കാനുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുളിച്ചത് അവിടെ തന്നെ വയ്ക്കും. കാരണം ഇവർ വന്നിട്ട് എന്തായാലും അലക്കാൻ പോകണമല്ലോ. അന്നേരം ഒന്നിച്ച് അങ്ങോട്ട് അലക്കാൻ ചിലപ്പോൾ ഞാൻ കുളിക്കുന്നത് അങ്ങനെ അലക്കിയിടും കേട്ടോ. അനിയൻ്റെ മോനുണ്ട് അവിടെ വന്നിട്ട് അവൻ ഓരോരോ കഥകൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ട് ചിരിക്കണത്. അത് ചക്കരയാണ് വീഡിയോസ് എടുത്ത് തരുന്നത്. കുഞ്ഞാപ്പുക്കുട്ടി മുകളിൽ കുഞ്ഞൂട്ടൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അന്നേരം അവർ രാവിലെ തൊട്ട് കളി തുടങ്ങും. ഈ രണ്ടും തന്നെയല്ലേ ഉള്ളൂ. അന്നേരം രണ്ടും കൂടെ ഇങ്ങനെ കളിക്കുക. ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുവിടാനാകുമ്പോൾ എന്തൊക്കെയാവും ഏതൊക്കെയാവും എന്നൊന്നും എനിക്കറിയത്തില്ല. കുഞ്ഞാപ്പൂൻ്റെ സ്ഥിതിഗതികൾ രണ്ടാളും ഇരിക്കുമോ എന്നൊന്നും അറിയത്തില്ല. ഇനി അതൊരു ഭയങ്കര സീനുണ്ട് കാണാൻ കിടക്കണു. ഇനി വലിയൊരു സിനിമ സീനുണ്ട് കുഞ്ഞാപ്പൂൻ്റെ സ്കൂളിൽ പോകുന്നൊരു കഥ. അതിപ്പോൾ സമയം ഏകദേശം ഒരു 5:45 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 6 മണി ആകാനായിട്ടുണ്ട് ഏകദേശം. അന്നേരം 6 മണി ആകുമ്പോഴത്തേക്കും വേഗം പുഴയത്തെയും താഴെ പരിപാടിയത്തൊക്കെ വേഗം തീർത്ത് വെക്കണം. കാരണം എപ്പോഴും നമ്മൾ വിളക്കത്തിച്ചതിന് ശേഷം പുഴയിലേക്ക് പോകുന്ന അത്ര നല്ലതല്ലെന്ന് എപ്പോഴും അമ്മ പറയും. ചില ദിവസങ്ങൾ ഞാൻ അറിയാതെയൊക്കെ പോകും കേട്ടോ. അങ്ങനെ പോകാൻ പാടില്ല എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഇവിടുത്തെ അമ്മ എപ്പോഴും ചീത്ത പറയും. പിള്ളേരാണെങ്കിലും മുടി അയച്ച് പുറത്ത് കൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അമ്മ ചീത്ത പറയും കേട്ടോ. സന്ധ്യ സമയത്ത് അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറയാം. നമുക്ക് പിന്നെ അയച്ചാൽ അപ്പം മുടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല.
പിന്നെന്താ വിശേഷം? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കുഞ്ഞാപ്പൂ ഞാൻ തുണിയൊക്കെ അലക്കി വരുമ്പോഴത്തേക്കും ചക്കര എന്ത് ചെയ്തു, വേഗം മുകളിലേക്ക് കുഞ്ഞാപ്പൂ കുട്ടീനെയും കൂട്ടി കളിക്കാൻ വേണ്ടി കയറിപ്പോയിട്ടോ. പിന്നെ പൊന്നൂസാണ് ബാക്കി വീഡിയോസ് കുറച്ചൊക്കെ എടുത്ത് തന്നത്. അന്നേരം പൊന്നൂസ് അവിടെ തന്നെ ഇരിക്കണ്ടായിരുന്നു ഫോൺ കൊണ്ട്. ചക്കര ഫോൺ അവിടെ വെച്ചിട്ട് കുഞ്ഞാപ്പൂൻ്റെ കൂടെ മേലെ പോയിട്ടോ. അവൾക്ക് വൈകുന്നേരം ആകുമ്പോൾ മേലേക്ക് കയറിപ്പോയിട്ടില്ല ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. ആൾക്ക് കുറച്ച് നേരം അങ്ങനെ മേലെ പോയി ഒന്ന് ഓടി കളിച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു ഉഷാറാവും. കാരണം എപ്പോഴും ഈ താഴെ ഇങ്ങനെ ഇത്തിരി സ്ഥലത്ത് ഓടി കളിക്കണല്ലേ. അതെന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇതൊരു പതിവാണ് കേട്ടോ. അനിയൻ്റെ പിള്ളേരും ഉണ്ടാവും ഇവരും ഉണ്ടാവും. അങ്ങനെ മുകളിൽ പോയി കുറച്ച് നേരം കളിക്കും കേട്ടോ. ടൗണിൽ പോകുമ്പോൾ ഇടുന്ന പോലത്തെ അപ്പൊ ചെറിയ മകട്ടിൽ പോകുന്നുണ്ടോ? അപ്പൊ ചെറിയ പറഞ്ഞില്ല. എന്ത് തുമ്പിയമ്മ അക്കണ്? തുമ്പിയമ്മ അക്കണില്ല കൊച്ചടോ. ഹായ് പറ. 6 മണിയായി, ഞാൻ വീട്ടിൽ പോണം. എവിടുക്ക എവിടക്ക്? അവിടെ കളിക്കണതിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പരാതിയും പറഞ്ഞുകൊണ്ട് പോയി. അന്നേരമാണ് ചക്കര അവിടെ എവിടെയോ പോയിട്ട് പേരക്ക കണ്ടുപിടിച്ചത് കേട്ടോ. പിന്നെ അത് പറിക്കാൻ വേണ്ടി നേരെ പോയി. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് വിളിക്കുന്നതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് അവിടെ സ്റ്റെക്കാക്കി വെച്ചാണ് കേട്ടോ. പിന്നെ ഇവരവിടെ പേരക്ക കണ്ടിട്ട് പേരക്ക പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അന്നേരം ഇവർക്ക് എത്തുന്നില്ല രണ്ടാൾക്കും. അന്നേരം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പറിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. കാരണം കുഞ്ഞാപ്പൂക്കുട്ടി അതിൽ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. താഴ്ന്നൊക്കെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരം സമയമായതുകൊണ്ട് ഇങ്ങനെ വരും. അത് ഞാൻ അവിടെ തന്നെ നിന്നതാണ്. കാരണം ഇവരെ ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. ഇപ്പോൾ താഴ്ന്ന് വന്നാലും മേലെന്ന് വന്നാലും ചിലപ്പോൾ പിടുത്തം കിട്ടില്ല വണ്ടിക്ക്. അത് ഞാൻ പോയി ഒരു വടിയെടുത്ത് പതുക്കെ തല്ലി പറിച്ച് കൊടുത്തു കേട്ടോ. കാരണം രണ്ടും കൂടെ കുറേ നേരം അതിൽ മസിൽ പിടിച്ച് കളിക്കണേ. അന്നേരത്തേക്കും താഴെ നിന്നൊരു ചേച്ചിയൊക്കെ കയറി വന്നു. പിന്നെ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോന്നു കേട്ടോ. അതായത് നമുക്ക് കിട്ടിയ പേരൊക്കെയാണ് കേട്ടത്. ഒരെണ്ണം നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അങ്ങനെ പഴുത്തിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞാപ്പൂക്കുട്ടീൻ്റെ കയ്യിലിരിക്കുന്നത് ചായച്ചെടിയുടെ കായാണ്. അതിനുള്ളൊരു ചെറിയ കോട്ടി പോലത്തെ സംഭവം ഉണ്ടാകും. കണ്ടിട്ടില്ലാത്തവർക്ക് അറിയാം. അതിങ്ങനെ പച്ച അതിൻ്റെ പുറംഭാഗം പൊളിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഉള്ളൊരു കറുത്ത കോട്ടി പോലത്തെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. കുരു കറുത്ത കോട്ടി പോലെ ഉണ്ടാവും. അതിൻ്റെ പച്ചയാണെങ്കിൽ അതിങ്ങനെ കടിച്ചോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നമ്മളെ തേങ്ങ കരിക്കില്ലേ, കരിക്കിൻ്റെ ഉള്ളു പോലെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു ദിവസം കാണിച്ചു തരാം, അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അന്നേരം പിന്നെ ഞാൻ ഒരുവിധം പറഞ്ഞ് താഴേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാരണം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം. അന്നേരം വിളക്ക് എത്തിക്കുന്ന സമയം കൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ആൾ വന്നില്ല. ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറിപ്പോയി കണ്ടു ആളെത്തിയിട്ടില്ല കേട്ടോ. അന്നേരം പൊന്നൂസ് പുറത്തുണ്ടായിരുന്നു. അന്നേരം ഇവളെ ഇങ്ങനെ വിളിച്ചിട്ട് ഇവൾ വരുന്നില്ല. ലാസ്റ്റ് ഞാൻ തന്നെ വരേണ്ടി വന്നു ആൾ ഒന്ന് അകത്തേക്ക് കയറ്റാൻ. അവിടെ കുഞ്ഞൂട്ടനോട് കഥ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ആൾക്ക് വൈകുന്നേരം വീട്ടിൻ്റെ ഉള്ളിൽ കയറുകയില്ല. പിന്നെ ഞാൻ വന്നൊരു വടിയെടുക്കുന്ന പോലെയൊക്കെ കാണിച്ചൊന്ന് പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ പതുക്കെ വീട്ടിനുള്ളിലേക്ക് വന്നത് കേട്ടോ. വടിയെടുക്കണുമ്പോഴാണ് വന്നത്. അതുവരെ വന്നിട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ആളെ വീട്ടിനുള്ളിൽ കയറ്റി. പിന്നെ ഇതാ നമ്മൾ അരി അരക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാ. രാവിലത്തേക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ അരച്ച് വെക്കണമല്ലോ. മിക്ക ദിവസങ്ങളിൽ ഞാൻ അരി അരയ്ക്കാൻ മറന്നു പോകലാണ് പതിവ്. ഇന്നിപ്പോൾ നേരത്തെ ഓർത്ത് രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടാ. ഇനിയിപ്പോൾ കറി ലേശം ഉണ്ടാക്കണം വൈകുന്നേരത്തേക്ക്. അന്നേരത്തേക്കും ഇത് അരിയൊക്കെ അരച്ച് വെച്ച് ബാക്കിയുള്ള ചെറിയ ചെറിയ പാത്രം കഴുകിയില്ല കേട്ടോ. ചായ കുടിച്ചത്. അതിനിപ്പോൾ രാത്രി എല്ലാം കൂടെ ഒന്നിച്ച് കഴുകാന്ന് വെച്ചാൽ അതവിടെ വെച്ചു. അത് കുഞ്ഞാപ്പൂക്കുട്ടി ഇടക്കിടക്ക് ആടാൻ വേണ്ടി തൊട്ടി ഇങ്ങനെ താഴ്ത്തി ഇട്ട് വയ്ക്കും കേട്ടോ. അത് തുണി മടക്കലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വൈകുന്നേരത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ കുട്ടികളൊക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇനി എനിക്ക് ലേശം കറിയും കാര്യങ്ങളൊക്കെ വെക്കാണ്ട്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇവിടം വരെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുഞ്ഞാപ്പൂന് മേടിച്ചു കൊടുത്ത പൂവാണ് കേട്ടോ. അതിനെ മൊത്തം ആൾ കീറി പറിച്ച് നശിപ്പിച്ചു. 50 രൂപ കൊടുത്ത് വാങ്ങിച്ച പൂവാണ് കേട്ടോ. അതിനെ മൊത്തം ആൾ നശിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ഈ വെറുതെ വാങ്ങിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ കാറ്റ് നിറയ്ക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കണ്ട് കഴിഞ്ഞ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കടന്ന് ഷാടിയും പിടിച്ച് കരയും. അത് എൻ്റെ കൂടെയാണെങ്കിൽ കേട്ടോ അങ്ങനെ ഷാടിയും പിടിച്ച് കരയുള്ളൂ. ഷാമട്ടൻ്റെ കൂടെയാണെങ്കിൽ അങ്ങനെ ഷാടിയും പിടിച്ച് കരയൊന്നുമില്ല കേട്ടോ. അടി കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ട് കരയില്ല. എൻ്റെ കൂടെയാണ് അവൾ പരമാവധി ഒന്ന് വാശി പിടിച്ച് നോക്കുക. ചക്കരയും കൂടെ ഉണ്ടെങ്കിൽ നല്ല കോലായിട്ടാണ്. ചക്കര നന്നായിട്ട് പിരിയേറ്റി കൊടുക്കും അവൾ. അന്നേരം അവൾ നന്നായിട്ട് വാശി പിടിക്കുകയും ചെയ്യും. ചക്കര ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കും, അവൾ അതിൽ കൊണ്ടുപിടിക്കുകയും ചെയ്യും. അന്നേരം ഞാൻ ഈ പറയണം അവൾക്ക് ഒന്നും വാങ്ങിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കും. എന്നെ ചീത്ത അറിയണം, എനിക്ക് അത് വാങ്ങിച്ചു തരണം ഇത് വാങ്ങിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആൾ. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നാളെ പുതിയതായിട്ട് വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ.